നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയാണ്. അടിച്ചു പൊളിച്ച് വിടുകയാണത്. വണ്ടിയുടെ സ്പീഡ് കണ്ടാലും അറിയോ ഇത് ആരോ ഓടിക്കണെന്ന്? സുജിത്താണ്. സുജിത്തിന് ഇത്തിരി സ്പീഡ് ക്രൈസ് കൂടുതലാണിത്. നല്ല പെടപെടയ്ക്കും. ഇതേ കണ്ടില്ലേ, ഈ ജാതി പെടായിരിക്കും. എമിൽ ബ്രോ ആണെങ്കിൽ നല്ല സ്പീഡിൽ തന്നെ പോകും, പക്ഷെ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. സുജിത്തിനെ സംബന്ധിച്ചോളം കുറ്റം പറയണമെന്ന് വിചാരിക്കില്ല കേട്ടാ. സുജിത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. സുജിത്തിന് ഫ്രണ്ടിൽ വേറെ വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് പോണതൊന്നും സുജിത്തിന് അധികം ഇഷ്ടമല്ല. കാരണം സുജിത്തിന് ഡ്രൈവിംഗ് ഭയങ്കര ക്രൈസാണ്, സ്പീഡും അതിനുപരി ക്രൈസാണ്. എമിൽ ബ്രോക്ക് ആണെങ്കിൽ ഇത് രണ്ടും ക്രൈസ് ആണെങ്കിലും വളരെ കംഫർട്ടായിട്ട് കുറച്ചധികം കൂടി ശ്രദ്ധിക്കും വണ്ടിയിലുള്ളവർ ഒലയാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സുജിത്തിനെ സംബന്ധിച്ചോളം വണ്ടിയിലുള്ളത് പറഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല. മുമ്പിൽ മാക്സിമം ഫാസ്റ്റായിട്ട് പോകാം. കാരണം അദ്ദേഹത്തിന് ടൈമിന് വളരെയേറെ വിലയാണ്. ടൈമിന്റെ വില എന്ന് പറയുമ്പോൾ അപകടങ്ങളും ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു അപകടം തലനാരി എടുക്കാൻ ഞങ്ങൾ രക്ഷപ്പെട്ട കഥകളൊക്കെ ഉണ്ട്. അത് ട്രിപ്പിന്റെ വഴിയുള്ള വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ പോവുകയാണ്. ഡൽഹിയാണ് ലക്ഷ്യം. ഇത് നമ്മളുടെ INB എക്സ്പീരിയൻസ് ഷെയറിങ്ങിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇതിക്ക് മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ യാത്ര എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ന് ഉച്ച വരെ സുജിത്തായിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഞാനും, രാത്രി മൊത്തം എമിലും ഓടിക്കാം. ആ ഒരു പ്ലാനിലാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ എമിൽ ബ്രോയുടെ അടുത്ത് പറഞ്ഞു സുഖമായിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കൊള്ളാൻ. വണ്ടിയിലെ ബാഗുകളുടെ ആധിക്യം കണ്ടില്ലേ? പരിമിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരുന്നാണ് യാത്ര. ആദ്യം എമിൽ ബ്രോ ഉറങ്ങുന്ന സ്ഥലം സലീഷേട്ടൻ്റെ ആയിരുന്നു. പിന്നെ ഞാൻ വന്നു. പിന്നെ സുജിത്തും എമിലും മാറി മാറിയിരിക്കും. ഇതിൽ നിന്ന് കുറച്ച് ബാഗുകളൊക്കെ നാട്ടിലേക്ക് പാഴ്സൽ അയച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എത്തിയതിന് ശേഷം അത് എവിടെ നിന്നെങ്കിലും അയക്കണം. അതിനുള്ള സൗകര്യമുള്ള സ്ഥലം കാണുകയാണെങ്കിൽ അയക്കാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെയാണ് വണ്ടിയിൽ. ഓരോരുത്തർ ഉറങ്ങുമ്പോൾ ആരൊക്കെയാണ് ഉണർന്നിരിക്കുന്നവർ അവർ തമ്മിലിങ്ങനെ വിശേഷങ്ങൾ കൈമാറും. ഈ യാത്രയിൽ സുജിത് ഭായ് വെള്ളപ്പൊക്കത്തിന്റെയും അതുപോലെ ഒരുപാട് കഥകളൊക്കെ എന്നോട് പറഞ്ഞു. ഉച്ചക്ക് അച്ഛന് ചോറ് കൊണ്ട് കൊടുക്കും കടയിൽ. ആ സമയത്തെല്ലാം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം തുണി അലക്കാൻ അച്ഛൻ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിച്ച് ആ വാഷിംഗ് മെഷീനാണ് ഞങ്ങളുടെ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയത്. അപ്പൊ ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ആശുപത്രിയാണ്, നിങ്ങൾ പറഞ്ഞ പോലെ ചെറിയൊരു ആശുപത്രി. അവിടെ ആ ട്രീറ്റ്മെന്റ്. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? 18 വർഷം മുന്നേ ആണെന്ന് ഓർക്കണേ. 18 വർഷം മുന്നേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു 3-4 ദിവസം മുന്നേ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇവിടെ അഡ്മിറ്റ് ആയിക്കുമെന്ന് പറഞ്ഞു. മണിക്കൂറുകൾ നീണ്ട യാത്രയാണത്. വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കണ്ട. വണ്ടി ഓടിച്ചിട്ടും സുജിത് ഭായി ഓടിച്ചോണ്ടിരിക്കണത്. ഓടിച്ചിട്ട് എത്തുന്നില്ല. സുജിത് ഭായി ഒന്ന് പറഞ്ഞു. എന്റെ കുറ്റമല്ല. അല്ലല്ല, സുജിത് ഭായിയുടെ കുറ്റമല്ല കേട്ടോ. റോഡ് വളരെ മോശം റോഡ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വഴിക്കുള്ള വിഷ്വൽസ് ഒക്കെ കണ്ടതല്ലേ. വലിയൊരു ടാസ്ക്കാണ്. നമ്മളൊന്ന് വലിയൊരു പ്രതീക്ഷയിലാണ് ഇറങ്ങിയത്. ഇന്ന് തന്നെ ആഗ്രഹമെങ്കിലും കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്താവെന്ന് കണ്ടറിയണം. ഒന്ന് നടു നിവർത്താൻ വേണ്ടിട്ട് ഒന്ന് വണ്ടി നിർത്തി നല്ലൊരു സ്ഥലത്ത് ഇറങ്ങിയതാണ്. സുജിത് ഭായി ഒന്ന് പറഞ്ഞു. റോഡൊക്കെ ശോകമാണ്. ഭയങ്കര എന്താ പറയാ, ചില സമയത്ത് നല്ല റോഡ്, ചില സമയത്ത് വളരെ മോശം റോഡ്. പിന്നെ ഈ പറഞ്ഞാൽ ഇവിടുത്തെ ലോറിക്കാരും ബസ്സുകാരും ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പോക്കാ, അന്യ പോക്കാണ്. നമ്മളതുപോലെ തന്നെ അഗ്രസീവായിട്ട് ഓടിച്ചാൽ മാത്രമാണ് കവർ ചെയ്ത് പോരാൻ പറ്റുള്ളൂ. നമുക്ക് അത്ര അഗ്രസീവായിട്ട് ഓടിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യം നല്ല ലഗേജ് ഉണ്ട്, ലോഡുണ്ട്. ഒരു 10 ആളുടെ വലിപ്പത്തിൽ ആ വണ്ടി വലിക്കുന്നത്. എമിൽ ബ്രോ എവിടെ? ഇതാ എല്ലാവരും നടു നിർത്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കല്ല. അത്യാവശ്യം ഒന്നിന് പോകാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. എവിടെയായിരുന്നു? അവിടെ ഒരു അരയാലിന്റെ ബാക്കിൽ ഇച്ചിമുള്ള പോയതാണോ ഒന്ന്? ഓക്കെ. നമ്മുടെ മലയാള സിനിമ ഭ്രമരം മോഡൽ ഒരു ഡ്രൈവിംഗ് ആണ് സുജിത് ഭായ് നടത്തുന്നത്. ഇതാ ഈ മലയുടെ തുമ്പത്ത് വിടുന്നിട്ടാണ്. ഭയങ്കര താഴ്വാരമാണ്. അപ്പൊ സുജിത് ഒരു മിനിറ്റ്, ഭ്രമരം സ്റ്റൈൽ ഓടിക്കലാണ് നിങ്ങൾ ഓടിച്ചത് കേട്ടോ. ഭ്രമരം സ്റ്റൈലോ? ലാലേട്ടന്റെ ഭ്രമരം സിനിമയിൽ ഇതുപോലെ തുമ്പത്ത് വിടുന്ന വണ്ടി നിർത്തുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമുക്ക് യാത്ര തുടരാം. കാറ്റ് വളരെ കുറവാണെന്ന് തോന്നുന്നു. വണ്ടി വരുന്നുണ്ട്. മാറിക്കോ ലോറി. ഒരു ഫോട്ടോ എടുത്ത് തരുമോ? INB ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ ബ്രേക്ക് എവിടെ? സുജിത് ഭായി ഇന്ന് രാവിലെ മുതൽ ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. നമ്മുടെ ഇനി ബാക്കി തുടർന്ന് ഞാനും വൈകുന്നേരം വരെ ഓടിക്കാന്നുള്ള പ്ലാനിലാണ്. 12 മണിയായി. എന്റെ വീഡിയോ ഇപ്പൊ ഒരു കമന്റ് വായിക്കണം. ഓക്കെ, രാത്രി നമ്മുടെ എമിൽ ബ്രോ തകർക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സുഖത്തിന് പറയാൻ നിങ്ങൾ അനുവദിക്കില്ലല്ലോ ഒന്ന്. നേപ്പാളിലെ അതിമനോഹരമായ രാജവീതികളെ പുളകമണിയിച്ചുകൊണ്ട്
ടെക്ട്രാവലേറ്റും ഹാരിസിക്കയും ചേർന്ന് വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്താ ഹാരിസിക്ക? അയ്യോ, ഇവിടുന്ന് ശരീരത്തിൽ ഞാൻ ഇളകാനായിട്ട് ഒരു ഭാഗം ബാക്കിയില്ല, അതിന് മാത്രം കുലുക്കി പറഞ്ഞു. ഭയങ്കര ചില ഏരിയകളിൽ ഭയങ്കര മോശം റോഡാണ്. കുലുങ്ങി ഈ വീഡിയോ ഒരു കുലുക്കമയമായി. ഇത് സത്യം പറയല്ലേ, ഈ വീഡിയോ കാണുന്നവർക്ക് തലവേദന എടുക്കും. ഇനിയുണ്ടൊരു 30 കിലോമീറ്റർ സൊണോലി ഇന്ത്യൻ ബോർഡറിലേക്ക്. ഇത് ഭയങ്കര കാറ്റും കോളുള്ളപ്പോ കടലിലേക്ക് കൂടി ഒന്നും കാണുന്നില്ലല്ലോ. കോടയാണോ മുമ്പില്? പൊടി പൊടി പൊടിയാണല്ലേ, കോടയല്ലല്ലേ? ഞാൻ വിചാരിച്ച കോട സംഭവമില്ല. ഈ കഴിഞ്ഞ കുറെ അധികം കിലോമീറ്റർ. എന്ത് കഷ്ടം, പൊട്ടി പൊളിഞ്ഞ റോഡ്. മില്ല രോദനം ബാക്കിയത് എന്തോ ഗതികേട്ടിൽ ഞാൻ പുറകെ കയറി പോയതാ. അയ്യോ എനിക്ക് വയ്യ. നിങ്ങൾ ആരും ഇത് കാണുന്നുണ്ടല്ലോ, നേപ്പാളിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ ഇത് കാണുക കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നേപ്പാളിന്റെ അവസ്ഥ. അതെ, ഇത് തന്നെയാണ് നേപ്പാളിന്റെ അവസ്ഥ. പക്ഷെ പരമാവധി വിവരങ്ങള്, കാഴ്ചകള്, അറിവുകള് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര എന്ന് ആലോചിക്കുമ്പോ മനസ്സിനൊരു സുഖമുണ്ട്. എന്തിനാണോ ഇവരൊക്കെ നമ്മുടെ ഇന്ന് ഡെയിലി 500 രൂപ വെച്ച് വണ്ടിക്ക് വാങ്ങിച്ചത്? ഈ പൊളിഞ്ഞ റോഡിൽ കൂടെ ഓടിക്കാനാണോ? അത് ബോർഡറിൽ ചെല്ലുമ്പോ അവര് തിരിച്ചു തരുന്നത്. അത് ഇങ്ങോട്ട് വന്നേരം ഇങ്ങോട്ട് കാശ് തരണം. ആക്ച്വലി വളരെ മോശം റോഡുകളിലൂടെ എല്ലാം സഞ്ചരിച്ച് സൊണോലി ചെക്ക് പോസ്റ്റ് വഴി നമ്മളിത് ഇന്ത്യയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ബോർഡർ റോഡുകളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യ എത്തുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു മനസ്സമാധാനമാണ്. കാരണം പുറത്ത് ഇന്ത്യക്ക് വെളിയിൽ എവിടെ ഇരുന്നാലും എന്ത് ചെറിയ കാര്യങ്ങളായിരുന്നു പോലും അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഈവൻ വണ്ടി ചെറുതായിട്ട് തട്ടേ മുട്ട അങ്ങനെ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളായിരുന്നാലും, കാരണം നമ്മൾ നമ്മുടെ നാടിന് വെളിയിലാണ്. പക്ഷെ ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല, എവിടെ ആയിരുന്നാലും നമുക്കൊരു ധൈര്യമുണ്ട്. അപ്പൊ ആ ഒരു ധൈര്യത്തിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ചെക്ക് പോസ്റ്റിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അവിടുത്തെ ചെക്കിംഗ് പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇന്ത്യയിൽ കടന്നു എന്ന് പറയാനായിട്ട്. ഇത് ബോർഡർ റോഡുകളാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് ഇനി 15 കിലോമീറ്റർ മാത്രം ബാക്കി നിൽക്കേ നമുക്ക് റൺവേ പോലെ ഉള്ളൊരു റോഡ് നേപ്പാളിൽ കണ്ടിരിക്കുകയാണ്. എമിലെ, ഇത് നേപ്പാൾ തന്നെ ആണോ? ഈ റോഡൊക്കെ കാണിച്ച് നമ്മളെ ഇങ്ങോട്ട് വരുമ്പോ കൊതിപ്പിക്കും. അതെ അതെ, അത് കഴിഞ്ഞിട്ടാണല്ല ഇരിക്കുന്നത്. അത് ശരിയാ. അങ്ങനെ നമ്മൾ ഇന്ത്യ ബോർഡറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യയിലേക്ക് കയറും. അങ്ങനെ നമ്മുടെ നേപ്പാൾ യാത്ര, നമ്മുടെ ഈ ഒരു ക്രോസ് കൺട്രി ട്രിപ്പിന്റെ 3ാമത്തെ രാജ്യവും കടന്ന് നമ്മൾ വിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നേപ്പാളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഓടിച്ചു കയറ്റാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ഹാരിസ് സമീറിലേക്കാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം ഇത്ര വലിയൊരു ട്രിപ്പിന്റെ ഭാഗമായിട്ടുള്ള ഈ യാത്രയില് ക്രോസ് കൺട്രി നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക്, നമ്മുടെ സ്വന്തം ഇന്ത്യയിലേക്ക് ഓടിച്ചു കൊണ്ടുവരുന്ന ഭാഗ്യം. വഴി തീർന്നാ ഇല്ലല്ലേ? ശരി അമ്മ, ഇനിയുണ്ടോ? കണ്ടില്ലേ, ഇതൊക്കെയാണ് റോഡുകളുടെ അവസ്ഥ. അപ്പൊ നമ്മളത് ഇപ്പോഴും നേപ്പാളിലാണ് കേട്ടോ. ഇന്ത്യ ബോർഡറിലേക്ക് നമ്മൾ അടുക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അങ്ങ് ദൂരെ കാണാം, ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും. ആ ചെക്ക് പോസ്റ്റിൽ എന്തായാലും ഇതുണ്ടാവും, ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യും. അതിനുശേഷം ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് പ്രകാരം നമ്മൾ ക്യൂവിലാണ്. ഒരു ഓഫീസർ വന്ന് നമ്മുടെ ഡോക്യുമെന്റ് ചെക്ക് ചെയ്ത പ്രകാരം നമ്മൾ 5 ദിവസത്തെ പെർമിറ്റാണ് എടുത്തിരുന്നത്. അദ്ദേഹം ചെക്ക് ചെയ്ത് പറഞ്ഞ് 1 ദിവസം കൂടി കൂടുതലായിട്ടുണ്ട്, അതിന് എക്സ്ട്രാ പൈസ അടയ്ക്കണം. അത് 2 രീതിയിലുണ്ട്. ഒന്ന്, അയാൾക്ക് പൈസ കൊടുത്താൽ ഞാനത് ഓക്കെ ആവും, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കൗണ്ടറിൽ അടയ്ക്കണം. അപ്പൊ ഓഫീസർ പറഞ്ഞത് 1 ദിവസം കൂടുതലായിരുന്നു, അതായത് 1 ദിവസം ഓവർസ്റ്റേ. അപ്പൊ അതിന്റെ ഒരു ഫൈൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആ പൈസ അടച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അല്പം മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് ദൂരെ കണ്ടില്ലേ, അത് ആ ഇന്ത്യയുടെ ഫ്ലാഗ് പോലെ. അപ്പൊ അതാണ് ഇന്ത്യൻ ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. പേരിന് ഏതാനും ബാഗുകൾ ചെക്ക് ചെയ്തു എന്ന് മാത്രം. മനസ്സിന് വല്ലാത്തൊരു ആശങ്ക തോന്നിപ്പോയി. കാരണം ഇതുപോലെ നമ്മുടെ രാജ്യത്തേക്ക് വളരെ ഈസി ആയിട്ട് ആൾക്കാർക്ക് തുഴഞ്ഞു കയറാനുള്ള ഒരു അവസരമല്ല വരുന്നത് എന്നുള്ളത്. കാരണം അതുപോലത്തെ ഒരു രാജ്യാന്തര അതിർത്തി ആവുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ചെക്കിങ്ങും മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും വിഷമം. CRPF ഉദ്യോഗസ്ഥർ എന്ത് ഹാപ്പി, നമ്മളും ഹാപ്പി, അവരും ഹാപ്പി ആണോ? അത് ശരി, ഓക്കെ, കൊള്ളാം. എന്തായാലും നമ്മുടെ നാട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കിന് എന്തൊരു സമാധാനം അല്ലേ. ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാണ്. ഇന്ത്യൻ ഇമിഗ്രേഷൻ 800 മീറ്റർ അഹെഡ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇന്ത്യയിൽ കയറിയപ്പോഴത്തേക്കിനും റോഡൊക്കെ വൈഡായി. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര സമാധാനം. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിൽ കയറിയപ്പോഴത്തേക്കിനും ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ കയറിയപ്പോഴത്തേക്കിനും സമാധാനം വെച്ച്, ജീവൻ വെച്ച്, എല്ലാം കൊണ്ടും രസമായി, ഇഷ്ടമായി. ശരിക്കും നമ്മുടെ നാടിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കണം. ഇതുപോലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് വരുമ്പോഴേ നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ.
സമാധാനമായി. മാതൃരാജ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ സ്വന്തം രാജ്യത്ത് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട്. അത് ശരിക്കും ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. എടാ എന്തോ താഴെ വീണായിരുന്നല്ലോ, ടിഷ്യൂ ബോക്സ് ആയിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ ശരി. ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ, നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞങ്ങൾ ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തന്നെ തുറന്നു പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും ഒരു രാജ്യത്തെ താഴ്ത്തിക്കെട്ടാനോ എന്താ പറയാ നാണക്കേട് ഉണ്ടാക്കാനോ ഒന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക്, ഞങ്ങൾ മൂന്നുപേരും നമ്മളുടെ അനുഭവങ്ങൾ നേർക്ക് നേരെ ഷെയർ ചെയ്ത് അത്രമാത്രം. ഇതിന് ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, എല്ലാവരും മനസ്സിലാക്കട്ടെ. തീർച്ചയായും കമന്റ് ചെയ്യുക. ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 2 മണി, രാത്രി 2 മണിക്കെങ്കിലും ഡൽഹി ഔട്ടറിൽ, അതായത് നോയിഡ ഭാഗത്തേക്കെങ്കിലും എത്തണമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെ? തീർച്ചയായിട്ടും അതിനുവേണ്ടി തയ്യാറായിട്ട് രാത്രി ഓടിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രൈവർ സുഖു ഇവിടെ ഇത്ര നേരം കിടന്ന് ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് എണീറ്റത്. അപ്പോൾ എന്തായാലും മറ്റൊരു തകർപ്പൻ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ശ്രീനഗറൊക്കെ കിട്ടുക വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റേ ട്യൂൺഡ്. നേപ്പാളിന്റെ കാഴ്ചകളിലൂടെ അവസാനിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇന്ത്യയിലെത്തി. ഒരുമിച്ചുള്ള യാത്രേന്റെ പേരിൽ തന്നെ എന്റെയിലും സുജിത്തിന്റെയിലും ഒക്കെ വരുന്ന വിഷ്വൽസ് ഒക്കെ കുറെയൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കാം. ഇപ്പൊ എന്തായാലും ഞങ്ങളൊരു വിശ്രമത്തിന് വേണ്ടി ഒന്ന് വണ്ടി നിർത്തി, ഒന്ന് വണ്ടിയുടെ ഗ്ലാസും മറ്റൊക്കെ ക്ലീൻ ആക്കി. ഇനിയിപ്പോ എമിലാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങുകയായി. അപ്പൊ ടെക് ട്രാവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് നേപ്പാളിൽ നിന്ന് ഉത്തർപ്രദേശ് എത്തി. ഗോരഖ്പൂരിന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേപ്പാളിൽ നിന്ന് കടന്നു വന്നതിന് ശേഷം ലഞ്ച് ബ്രേക്കിന് വേണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വണ്ടി ഗ്ലാസ്സൊക്കെ ആകെ ചെളി പിടിച്ച് കിടക്കുന്നൊക്കെ എമിൽബ്രോക്ക് ക്ലീനൊക്കെ ആക്കി. സുജിത്ത് നല്ല മോശം വഴിയല്ലായിരുന്നോ? സുജിത്തിന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാന്ന് ഓർത്ത് പുറയിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം എനിക്ക് കമ്പനി തരാൻ പോകുന്നത് നമ്മുടെ ഹാരിസിക്കയാണ്. ഹാരിസിക്കയുടെ കഥകളൊക്കെ കേട്ടുകൊണ്ടും നമ്മള് റോഡിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടും നമ്മളിതാ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഡൽഹി അല്ലെങ്കിൽ ലുധിയാന, ഇതായിരിക്കും ഏതൊരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് പോകാം. അപ്പൊ നേപ്പാളിലെ പോലെയല്ല, നല്ല റോഡുകളാണ്. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. അപ്പോൾ നമ്മൾ യാത്ര തുടരായി. സുജിത് ഭായി അകത്ത് കിടന്ന് ഉറങ്ങിയാണ്. നമുക്ക് നോക്കാം, ആളെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വളരെ ടയർഡായിട്ട് കിടക്കുകയാണ്. കാരണം രാവിലെ മുതൽ ആളായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. അവൻ്റെ നേരത്ത് മാത്രമാണ് ഞാൻ കുറച്ച് നേരം ഡ്രൈവ് ചെയ്തത്, പ്രത്യേകിച്ച് ബോർഡർ ക്രോസിംഗ് ടൈമിൽ. ഇനി നമ്മുടെ എമിൽബ്രോ തകർക്കും. നല്ല റോഡാണ് എമിൽബ്രോ, മാക്സിമം കിട്ടാവുന്ന നേരത്തെ അടിച്ച് മിന്നിച്ച് പോകാം. അതിനോടൊപ്പം തന്നെ നല്ല ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, പക്ഷെ പുറത്ത് നല്ല ചൂടാണ്. പോകാം. ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ഡൽഹിയാണ് ലക്ഷ്യം. നല്ല റോഡുകളാണ്. പരമാവധി കിട്ടാവുന്ന വേഗതയിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കിട്ടാവുന്ന വേഗതയിൽ അടിച്ചു പൊളിച്ച് പോകാന്ന് പറഞ്ഞാൽ നിങ്ങളും മനസ്സിൽ കരുതരുതിട്ട്. വണ്ടി മാക്സിമം സ്പീഡ് 100, 120, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അത് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. കാരണം അത് അത്രയും സേഫ് ആയിട്ടുള്ള റോഡ്. നമ്മൾ നോർമലി ഇതുപോലെയുള്ള റോഡുകളിലൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ ഒരു കൺട്രോൾ ഒരു 80 ആ ഒരു ലെവൽ പിടിച്ചിട്ടാണ്. കാരണം ഒരുപാട് ബ്രേക്കിംഗ് കുത്തി കുലുങ്ങിയ ആവശ്യമാവുന്ന രീതിയിലുള്ള ഡ്രൈവിങ് ഞങ്ങൾ ആരും തന്നെ ചെയ്തിരുന്നില്ല. UP എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എപ്പോഴും പരിചയമുള്ള സ്ഥലമാണ്. കാരണം എനിക്ക് ഈ ടൂർ ബിസിനസ്സിനോടൊപ്പം തന്നെ റിക്രൂട്ട്മെന്റും കൂടി ഉണ്ട്. ഗൾഫിലേക്ക് വേണ്ട വർക്കേഴ്സിനെ വിടുന്ന വർക്ക്, അതായത് HR കൺസൾട്ടൻസി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ വരുന്നതാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിലെല്ലാം ഭായിമാരും ബയ്യന്മാരും ഒക്കെയാണ് വന്നിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓരോരോ പ്രൊജക്ടുകളിലേക്ക് വേണ്ട ആൾക്കാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേസന്മാര്, സ്റ്റീൽ ഫിക്സേഴ്സ്, ഷട്ടറിങ് കാർപ്പൻറ്റേഴ്സ്, അതുപോലെയുള്ള എല്ലാ ഷട്ടറിങ് കാർപ്പൻറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വാർക്കൊക്കെ തട്ടടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് പറയുന്നത്. സ്റ്റീൽ ഫിക്സർ എന്ന് പറഞ്ഞാൽ കമ്പി കെട്ടുന്നവർ. അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാരുകളൊക്കെ, അതുപോലെ ഹെൽപ്പേഴ്സൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുള്ളതിന്റെ പേരിൽ ഈ UP ബീഹാർ സൈഡൊക്കെ നല്ലൊരു പരിചയമാണ്. ഗോരഖ്പൂരിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ വഴി നീള സൈക്കിൾ റിക്ഷകളും ഇപ്പോൾ ബാറ്ററിയിൽ ഓടുന്ന വണ്ടികളും എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടുത്തെ ഒരു ഹൈവേ ആണ് കേട്ടോ, NH24 നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സുജിത് ഭായി ഉറക്കത്തിന് എഴുന്നിട്ട് അവിടെ ചോദിക്കുന്നത് റോളിംഗ് ആണ് കേട്ടോ ഇവിടെ ക്യാമറ. ഡൽഹി എത്തുന്ന ആളെ. എന്തുവാടാ നീ ഭയങ്കര സ്ലോ ആണല്ലോ. അതെ, ഞാൻ എന്റെ മുകളിൽ ചിറകും കൂടെ പിടിപ്പിച്ച് പറപ്പിക്കേ. വഴിന്ന് ആൾക്കാർ മാറണ്ടേ? വഴിയുടെ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെയാണ് ആൾക്കാർ വന്നോണ്ടിരിക്കുന്നത്.
ഇവിടുന്ന് അങ്ങോട്ട് നേരെയോ? നമുക്ക് നേരല്ലോ, ലെഫ്റ്റിലോട്ടല്ലേ? ഒരു മിനിറ്റ്. ലെഫ്റ്റിലോട്ടാ. ഇതിപ്പോ എവിടെത്തി? യാത്രകൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വണ്ടിയിൽ കളിച്ചിരി തമാശകളും വലിയ വലിയ ചർച്ചകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗോരഖ്പൂരിൽ നിന്നുള്ള കാഴ്ചകളാണ്. പരമാവധി വളരെ കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ ടൈമിൽ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. വേഗതയല്ല, കംഫർട്ടിന് വളരെ ഇമ്പോർട്ടൻസ് പലയിടത്തും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എമിലിന്റെ ഡ്രൈവിങ്ങിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഏതോ സിനിമയിൽ നമുക്ക് പറഞ്ഞ പോലെ അതാവണം ഇവിടെ പോലീസ് എന്ന് പറഞ്ഞ പോലെ ഇതാവണം ഡ്രൈവർ എന്നുള്ള ശരിവെക്കുന്ന രീതിയിലാണ് എമിലിന്റെ ഡ്രൈവിങ്. ഇവിടത്തെയൊക്കെ ട്രാഫിക് വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമ്മുടെയൊക്കെ നാട് എന്ത് സ്വർഗ്ഗമെന്നറിയോ. നോക്കാം എത്ര നേരമായി. ഇപ്പം ആളുകൾക്കാണെങ്കിൽ ഒരു മെനകെട്ട ട്രാഫിക്കാണ്. ഭയങ്കര ക്രൗഡഡ് ആണ് ഈ സ്ഥലമൊക്കെ. അതാണ് ഈ ഒരു ട്രാഫിക്കിന്റെ മെയിൻ പ്രശ്നം. ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലിവിംഗ് എന്ന് പറയുന്നത് വളരെ മോശമാണെന്ന് തന്നെ പറയാം കേട്ടോ. ഉണ്ടല്ലോ ഓരോ ആളുകൾ നോർത്ത് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലും എന്റെ പൊന്നേ. അപ്പൊ നമ്മളുടെ ഫ്രണ്ടിലൊരു വോൾവോ ബസ് പോകുന്നുണ്ട്. വോൾവോ അതിന്റെ ബാക്കിലൊരു ടാറ്റയുടെ വോൾവോ, അതായത് വോൾവോന്റെ സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. കൗതുകം എന്താന്ന് വെച്ചാൽ മുകളിൽ കയറാനുള്ള ഒരു ചെറിയൊരു ലാഡർ ഉണ്ട്. അത് കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുവഴി കയറുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പൊ രാവിലത്തെ യാത്ര നമ്മൾ ഇതുപോലെ വരുന്ന വഴിക്ക് മുകളിൽ ആടിനൊക്കെ വെച്ച് കൊണ്ടുവരുന്ന കാഴ്ച കാണാൻ പറ്റി. സുജിത് ഭായി, എന്താണ് ഇവിടുത്തെ പറയ്? ആട് സിനിമ പോലെ തോന്നിയതല്ലേ? ഇടയ്ക്കൊക്കെ സലീഷ് ചേട്ടന്റെ ഫോണും വരും. സലീഷ് ചേട്ടൻ ഫോണിലൂടെ ഈ ട്രിപ്പിൽ എപ്പോഴും സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരുന്നു. വരാ ഞാൻ ഇന്ന് സുജിത്തിന്റെ അടുത്ത് പറഞ്ഞോളൂ ആ കാര്യം. തീർച്ചയായിട്ടും വരും. ഇവിടെ ഇപ്പഴേ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഉണ്ടോ? ഒരുപാട് വണ്ടികളായി ഞാൻ ശ്രദ്ധിക്കുന്നത്. നിറം മടക്കി വെച്ചിരിക്കുക. അതെ, ടൗണിലൊന്നും പോകുമ്പോ എവിടെ തട്ടുമൊന്നും വേണ്ട. തട്ടല് മാത്രല്ലെന്ന് ഇവര് കൊണ്ട് കുത്തിക്കയറ്റി കൊണ്ടുവന്നൊരു രീതിയും കൂടി ഉണ്ടല്ലോ. അപ്പൊ നമ്മളുടെ യാത്ര തുടരുന്നു. ലക്നോ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. ഒരു ചായ കുടിക്കാന്ന് വെച്ചിട്ട് വണ്ടി ഒന്ന് നിർത്തിയതാണ്. അപ്പൊ അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഈ സൈഡിലൊന്നും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വഴി നീളെ ധാരാളം ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഹോട്ടലുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. ഒരു സംശയം, ഇത് എന്റെ ചാനലാണോ നിങ്ങളുടെ ചാനലാണോ? ഞാൻ മോഷ്ടിച്ചിട്ടൊന്നുമില്ല, ഭായിയുടെ ചാനലാണ്. ഞാനിപ്പോ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഫുൾ ടൈം ക്യാമറ കൊണ്ട് ഇങ്ങനെ തന്നെ. അല്ല, ഇത് എന്റെ ചാനലാണ്. വെറും തട്ടിപ്പാണ്. ഈ ഒരു ചായക്കട കണ്ട് നിർത്താൻ വേണ്ടി മാത്രം ഇപ്പൊ ഷൂട്ട് ചെയ്താ. ഇത്ര സമയം ഇറങ്ങി വരുന്നത് സൈഡിലെ ഗ്ലാസ്സിലൊക്കെ പോയി. കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ യാത്രയിലെ സന്തോഷങ്ങളാണ്. ഓക്കെ, ഒരു ചായക്കട കണ്ട് നിർത്താൻ വേണ്ടിട്ട് കുറെ നേരമായി. 100-120 വെച്ച് പെരുക്കാണ്. വേറെ നല്ല റോഡ് അതിന്റെ പേരിൽ. പിന്നെ മാക്സിമം ടൈം കൊണ്ട്, അതായത് ഏറ്റവും ചുരുങ്ങിയ ടൈം കൊണ്ട് മാക്സിമം ദൂരം കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് കുടിക്കാൻ പോകുന്നത്. ചായ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടില്ല. അകത്തേറി നോക്കി ലിമിറ്റഡ് മെനു മാത്രമേ ഉള്ളൂ. ചായയും വെജ് പക്കോടയും പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ അറിയാം എന്താ അവസ്ഥ എന്നുള്ളത്. ചെറിയ സെറ്റപ്പാണ്. ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോൾ വലിപ്പം തോന്നുന്നുണ്ടെങ്കിലും ചെറിയ സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് അത്, കാരണം പലപ്പോഴും നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഫുഡൊന്നും പല സ്ഥലത്തൊന്നും കിട്ടുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഓവർ ചാർജൊക്കെ ഉണ്ട്. ചാർജിൻ്റെ അല്ല വിഷയം, നമുക്ക് സംതൃപ്തകരമായിട്ടുള്ള ഫുഡ് കിട്ടാത്തതാണ് യാത്രയിലെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള യാത്രകളിൽ. അപ്പോൾ ഈ ചായ അവരുണ്ടാക്കി കൊണ്ടുവരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ചായക്കകത്തുണ്ടല്ലോ, ഈ ഒരു ചെറിയ ഗ്ലാസ് ചായക്കകത്ത് ഒരു 100 ഗ്രാം പഞ്ചസാരയെങ്കിലും ഇട്ടിട്ടുണ്ടാവും. മധുരിച്ചിട്ട് കുഴിക്കാൻ വയ്യ. ചായ നല്ലതാണ്, പക്ഷെ മധുരമാണ് പ്രശ്നം. ഈ ഹാരിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. അത് രൂപം കണ്ടാലേ അറിയാമല്ലോ. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് ഇപ്പോഴും വയറ്റിൽ കിടക്കുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. വയറ്റിൽ നിന്ന് ഇപ്പോഴും കല്ലിപ്പ് മാറിയിട്ടില്ല. ഹാരിച്ചക്കയുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് വേണം അല്ലേ? ഹാരിക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല, കഴിക്കണത് അവരാണ്ടാ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാണോ? മേളിലൊരു പൊടി ഇട്ടിട്ടുണ്ട്, നല്ല സ്പൈസി. അത് ഇതൊരു ചാറ്റ് മസാല പോലെ സാധനം. ചാറ്റ് മസാലയാണ് അത്. അപ്പൊ കുഴപ്പമില്ലല്ലോ, കഴിക്കാവുന്ന. എന്താ പ്ലാന്? ഞങ്ങൾ ഇവിടുന്ന് 1500 കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിലേക്ക്, 1000 കിലോമീറ്റർ ഉണ്ട് ലുധിയാനയിലേക്ക്. ലുധിയാനയിൽ പോയിട്ടൊരു സർപ്രൈസ് ഉണ്ട്, അത് പിന്നെ പറയാം. അപ്പം എന്താ പരിപാടി? എന്താ നമുക്ക് ലുധിയാന വരെ ഓടിക്കാൻ പറ്റുമോ നോക്കാം. ടയർഡ് ആവുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം. അപ്പൊ ലുധിയാനയിൽ പിന്നെ ജമ്മുവിലോട്ട് പിന്നെ ഉണ്ട് 12 മണിക്കൂർ. അപ്പം നമ്മൾ ഇച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും ആർക്കും ക്ഷീണമൊന്നും ഇല്ലെങ്കിൽ വെളുപ്പിനാകുമ്പോൾ ലുധിയാന എത്തും. റെസ്റ്റ് എടുത്ത് നമ്മുടെ സർപ്രൈസും കഴിഞ്ഞിട്ട്, സർപ്രൈസ് എന്താന്ന് പറയില്ല കേട്ടോ, സർപ്രൈസ് ഞാൻ ബാക്കിന്ന് പറയാം.
സർപ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, MG ഹെക്ടറാണ്. ലുധിയാന ചെന്നിട്ട് MG ഹെക്ടറിന്റെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഉണ്ട്. ഇപ്പൊ ഇത് പറയാൻ കാരണം ഓൾറെഡി MG ഹെക്ടർ എടുത്തു കഴിഞ്ഞ് സുജിത്തിന്റെ വീഡിയോയും റിവ്യൂസ് വന്നു കഴിഞ്ഞു. ചായ കുടിച്ച ശേഷം വീണ്ടും യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ട് സുജിത്തായിരുന്നു ഡ്രൈവ് ചെയ്തത്. മാക്സിമം വണ്ടിയുടെ പെർഫോമൻസ് എന്താണെന്ന് സുജിത്ത് ആ റൂട്ടിലൂടെ ഓടിച്ച് തെളിയിച്ചു തന്നു. സത്യം പറഞ്ഞാല് യാത്രയിൽ ഞാനും ആകെ പേടിച്ചു പോയി. എങ്ങനെയുണ്ടായിരുന്നു? ഒരു രക്ഷയില്ലാട്ടോ, കിളി പോയിരിക്കണം. അതെന്തിനാ ഇത്രയും സ്പീഡ് എന്ന് പറഞ്ഞാല് ഷാർപ്പ് കട്ടിങ് സ്പീഡോ? ഞാനോ? സ്പീഡിന്റെ അടുത്ത വീഡിയോ രാത്രി ആരും എടുക്കാൻ പറ്റുള്ളൂ. നോക്കട്ടെ, അടുത്ത പോക്കൽ ഞാൻ എടുക്കാം. നിങ്ങൾ കണ്ടു നോക്ക്, കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത്. നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഇറങ്ങി? കഷ്ടമുണ്ട്. 63 രൂപ 55 പൈസയാണ് ഇവിടുത്തെ ഡീസലിന്റെ കോസ്റ്റ്. 63 രൂപ 55 പൈസ. നമ്മളിപ്പോ എവിടാന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ഡീസലിന് ഇത്രേ ഉള്ളു കാശ്. ഇവിടെ വില കുറവ് ആഴ്ചക്ക. അവിടെ വില കുറവുണ്ടോ? ഇവിടെ നേപ്പാളിലെ വില കിട്ടുമോ? ഇല്ലല്ലോ, നേപ്പാളിലെ വിലയുള്ളൂ ഇവിടെ. അപ്പൊ നമ്മളോട് ഇത്ര കാശ്. ഓരോ പ്രാവശ്യം ഓരോ പെട്രോൾ പമ്പിൽ എത്തുമ്പോഴും അവിടുത്തെ വിലയും നാട്ടിലെ വിലയൊക്കെ ഞങ്ങൾ കമ്പയർ ചെയ്യാറുണ്ടായിരുന്നു. എനിക്കും അതൊരു ഹരമാണ്. കാരണം നാട്ടിലെ വില വെച്ചിട്ട് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എന്റെ ഇതിക്ക് മുമ്പുള്ള വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഞാൻ തായ്ലൻഡിൽ നിന്നും കംബോഡിയയിൽ നിന്നൊക്കെ ഫ്യൂവൽ കോസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാത്തവർ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഓരോ രാജ്യങ്ങളിലെയും പെട്രോളിന്റെ വിലകളായിട്ടുള്ള താരതമ്യമൊക്കെ. പക്ഷെ അതൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമാണ് അത്. ഇവിടെ നിന്നൊക്കെ ഫില്ല് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പൊ ഞങ്ങള് നേപ്പാൾ ബോർഡറിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൗ എന്ന് പറഞ്ഞ നഗരത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പൊ രാത്രി 9:30 ആയി. ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹി അല്ല, ലുധിയാന ആണ് ആക്ച്വലി. ലുധിയാനക്ക് ഇനി ഇവിടുന്ന് ഒരു 800 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം ഒന്നും ഓടിച്ചെത്താൻ പറ്റും തോന്നുന്നില്ല. എന്തായാലും മാക്സിമം ദൂരം ഈ രാത്രി ടയേർഡ് ആകുന്നത് വരെ ഓടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. മാക്സിമം ദൂരം എന്ന് പറഞ്ഞാല് പരമാവധി ടയേർഡ് ആവുന്നത് വരെ എന്നുള്ളതല്ല. ഞങ്ങൾക്ക് എവിടെയാണ് കംഫർട്ട് ആവുന്നത് അവിടെ നമ്മൾ നിർത്തും. അല്ലാതെ എല്ലാവരും ക്ഷീണിച്ച് തളർന്ന് വയ്യാണ്ടാവുമ്പോഴല്ല വണ്ടി നിർത്തുന്നത്. ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ നിർത്തും. അതായത് ഒരു 7 മണി 7:30 ആകുമ്പോഴത്തേക്കും നോക്കി തുടങ്ങും. എന്നാലും ഒരു 8, 8:30, 9 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രോപ്പർ ഷെൽട്ടറിലേക്ക് എത്തും. പക്ഷെ ഞങ്ങളുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഓടിച്ചത്, ഇതുവരെയുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഓടിച്ച ഒരു ദൂരം ഇവിടെയായിരുന്നത്. ഇവിടെ നിന്ന് ആഗ്ര എക്സ്പ്രസ് ഹൈവേയിലൊക്കെ കയറി മാക്സിമം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ നേരം കൊണ്ട് എമിൽ ബ്രോ ആഗ്ര എത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ സുജിത്ബായുടെ ചാനലിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ കാഴ്ചകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഒരുപാട് ഷോട്ടുകൾ റിപ്പീറ്റ് അതിലും ഇതിലൊക്കെ ഒരുപോലെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം ഷോട്ടുകൾ കൂടിയേ തീരും, ഇല്ലാതെ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അപ്പൊ നമ്മൾ നേരെ ഇനിയിപ്പോ ആഗ്രയിലേക്കുള്ള വഴിയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോ കാണുന്നത്. ലക്നൗ നഗരം കൊള്ളാല്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആണുള്ള സിറ്റി. നല്ല സിറ്റിയാണ് ലക്നൗ. അല്ലേ? UP-യുടെ ക്യാപിറ്റൽ സിറ്റി അല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു പവറൊക്കെ ഉണ്ട്. മൊത്തത്തിൽ നല്ല വീതിയുള്ള റോഡുകളും നല്ല ഇതൊക്കെ തന്നെയാണ്. ഡ്രൈവിംഗും അത്ര മോശമൊന്നും അല്ല. അതെ, അത്യാവശ്യം ഡീസന്റ് ഡ്രൈവിംഗ് ആണ്. അങ്ങനെ എമിൽ എക്സ്പ്രസ് ഹൈവേയിലൂടെ 120, 140 പറഞ്ഞിട്ട് പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. എന്തുവാണ് ഈ പാവ ഹാരിസൊക്കെ പുറകെ കിടന്ന് ഉറങ്ങുവാണ്. ആരിസൊക്കെ ഒന്നും അറിയുന്നും കടയില്ല. എനിക്ക് ക്യാമറ പോലും മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്ത് പോകാൻ ഇങ്ങോട്ട് നോക്കി എന്ത് രസം നോക്കി. എന്തുവാണ് ഇത്, നമ്മള് മാത്രമേ ഉള്ളു. ബാക്കിയുള്ള വണ്ടികളൊക്കെ വളരെ കുറവാണ്. നീ ഇപ്പൊ എത്രല്ല പോകുന്നത്? 140-യോ 160-യോ? ഓ മൈ ഗോഡ്, ഡോണ്ട് ടെൽ മീ ദാറ്റ് യു ആർ ഗോയിങ് അറ്റ് 160. എന്റെ ദൈവമേ, ഓവർ സ്പീഡിങ് പാടില്ലാട്ടാ. ഓവർ സ്പീഡിനെ ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ റോഡ് എത്രയും പെർഫെക്റ്റ് ആയതിന്റെ പേരിലും പിന്നെ സൈഡ് റോഡുകളിൽ നിന്നൊന്നും ഒന്നും ഈ റോഡിലേക്ക് കടന്നു വരില്ല എന്ന് ഉറപ്പുള്ളതിന്റെ പേരിലാണ് കേട്ടോ ഇത്രയും സ്പീഡിൽ പോകുന്നത്. ഇതൊക്കെ ഞാനിപ്പോ പറയുന്നുണ്ടെങ്കിലും അന്നേരം ഞാൻ വണ്ടിയിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. 160, 170, 140, 150 എന്ന് പറഞ്ഞ സ്പീഡിൽ എമിൽ ഇവിടെ പറപ്പിച്ചോണ്ടിരിക്കുമ്പോ പുറകിൽ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ഹാരിസിക്ക. നിങ്ങളുടെ കൂർക്കം വലി ഞാൻ പിടിച്ചേ കേട്ടോ, കൂർക്കം വലി പിടിച്ചേ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. സുജിത്തും എമിലും ചിരിച്ചും കളിച്ചും ഞാൻ വണ്ടിയിൽ ഉറങ്ങിയും ഞങ്ങൾ പറഞ്ഞ നേരം കൊണ്ട് ആഗ്രയിലെത്തി. ആഗ്രയിലെ നല്ല റോഡുകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആഗ്ര സന്ദർശിച്ചവർക്ക് അറിയാൻ പറ്റും, നമ്മുടെ നല്ല ആഗ്ര പാക്കേജുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഒരു മാർക്കറ്റിംഗ് വേണ്ടല്ലേ. അപ്പൊ നമ്മളിത് റൂമിലേക്ക് പോന്നു. റൂമിൽ ചെന്നിട്ട് സുഖകരമായിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം അടുത്ത ദിവസം നേരെ പോകുന്നത് പഞ്ചാബിലേക്കാണ്.
പഞ്ചാബ് ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന് അല്ലെങ്കിൽ പഞ്ചാബിൽ എവിടെ നിന്നെങ്കിലും നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അയക്കണം എന്നുണ്ടായിരുന്നു. ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലല്ലേ, വണ്ടിയിലുള്ള അധികമായിട്ടുള്ള ലഗേജുകൾ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് നോക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് എവിടെന്നെങ്കിലും നല്ല കൊറിയർ സർവീസിൽ ഇത് അയക്കാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ പരിപാടി നാളെ രാവിലെ. അപ്പോൾ വന്ന് കയറുമ്പോൾ വളരെ അടുത്ത് തന്നെ താജ്മഹലൊക്കെ ഉണ്ട് കേട്ടോ. ഏതാനും കിലോമീറ്റർ ദൂരെ താജ്മഹലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, കാരണം ഈ ട്രിപ്പ് മാക്സിമം ഇത് ചെയ്യണം, മാക്സിമം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. റൂമിൽ വന്ന് എല്ലാവരും ഹാപ്പിയാണ്, റൂമും കംഫർട്ടാണ്. അപ്പോൾ ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് നാളെ മുതൽ പുതിയ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം.